പാർലമെന്ററി പാർട്ടിയോടും അദ്ദേഹം നടത്തിയ ഒരു വെല്ലുവിളിയാണ്, ഒരു യുദ്ധപ്രഖ്യാപനമാണ്. ആ യുദ്ധപ്രഖ്യാപനത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഇറലവൻ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിടാതിരിക്കട്ടെ, എന്തും ആകട്ടെ, ഈ കേസിൻ്റെ അവസാനത്തെ നടപടിക്രമങ്ങൾ എന്തുമാകാം. നിയമത്തിന് വഴിക്കാണല്ലോ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി നിയമത്തിന് അതീതമായി പാർട്ടിക്ക് ചില മൂല്യങ്ങളുണ്ട്, ചില നിലപാടുകളുണ്ട്. ആ മൂല്യങ്ങളും നിലപാടുകളെയാണ് ജനങ്ങൾ വിലമതിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന, കോൺഗ്രസ് പാർട്ടിയുടെ മുഖം വികൃതമാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായി അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി ഇന്നെടുത്ത നടപടിയിലൂടെ അദ്ദേഹം പാർട്ടിയുടെ ഒരു പ്രാഥമിക അംഗത്വം അല്ലാതായിരിക്കുന്നു. ഇന്ന് ഇവിടെ വെച്ച് ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അയാൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല. അയാൾക്ക് എന്തും ചെയ്യാം. കാരണം അദ്ദേഹം ഇന്നു മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രാഥമിക അംഗം പോലുമല്ല. ഇനി അയാളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. രണ്ട്, ഇയാളുടെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാർ പ്രതികരിച്ചു. അതിൽ എനിക്ക് വനിതാ നേതാക്കന്മാരോട് ബഹുമാനമുണ്ട്. ആ ബഹുമാനം വെച്ചിട്ട് ഞാൻ പറയട്ടെ, വനിതാ നേതാക്കന്മാർ ഒരുപാട് സൈബർ ആക്രമണത്തെ നേരിട്ടിട്ടുണ്ട്. ഞാൻ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറഞ്ഞ അതിൻ്റെ പേരിൽ എനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം വളരെ ഗുരുതരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, 2009 മഞ്ചേരിയിൽ നടന്ന ഒരു ആൾക്കൂട്ട വിചാരണ അല്ലെങ്കിൽ സദാചാര ഗുണ്ടായിസം. അന്ന് വൈകിട്ട് തന്നെ കോടതി എനിക്ക് ജാമ്യം തന്നു. അന്ന് വൈകിട്ട് തന്നെ ഞാൻ ചാനലുകാരെ വിളിച്ചു വരുത്തി. ഞാനാണ് പോലീസിനെ വിളിച്ചത്, ഞാനാണ് ചാനലുകാരെ വിളിച്ചത്. നിങ്ങൾ എവിടെ വേണേലും വെരിഫൈ ചെയ്തോ. പോലീസിനെ വിളിച്ച ഞാനാണ്, ചാനലുകാരെ വിളിച്ച ഞാനാണ്. പക്ഷേ തലസ്ഥാന നഗരിയിൽ നിന്ന് കിട്ടിയ ചില ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ പിറ്റേന്ന് വൈകിട്ട് വരെ കസ്റ്റഡി വെച്ചു, കോടതിയിൽ ഹാജരാക്കി. കോടതി അപ്പം തന്നെ എനിക്ക് ജാമ്യം തന്നു. അത് കഴിഞ്ഞിട്ട് കോടതി ആ കേസ് കോഷ് ചെയ്ത് കളഞ്ഞു. ആ ഒരു കേസ് എടുത്തിട്ട് ഞാൻ 1968 രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ എത്ര കൊല്ലമായി ഒന്ന് ആലോചിച്ച് നോക്ക്. 2025 57 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയത്തിൻ്റെ ഇടയ്ക്ക് എനിക്കെതിരെ ആകെ ഉയർന്നു വന്ന ഒരു ആരോപണമാണ് ഈ ആൾക്കൂട്ട വിചാരണ അല്ലെങ്കിൽ സദാചാര ഗുണ്ടായിസം. അത് വെച്ചിട്ട് എന്നെ തകർക്കാനും തളർക്കാനും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറായി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമപ്രവർത്തകരെ ഒളിച്ചു വെച്ച് എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇയാൾ ഈ കാണിച്ച സകല നടപടികളും കോൺഗ്രസ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്നതാണ്. ഇനി കുറേ പേരുണ്ട്, ഈ സദാചാര ഗുണ്ടകൾ, പെയ്ഡ് സെർവൻസ്. ഇയാളുടെ പണം വാങ്ങിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ, വനിതാ നേതാക്കന്മാരെ, അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവിനെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ, അതുപോലെ KPCCയെ അടക്കി ആക്ഷേപിച്ച കുറേ പേരുണ്ട്. വെട്ടുക്കിളികൾ, അവന്മാർക്കും വെട്ട് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെട്ടുക്കിളികളുടെ ഇത്തരം നടപടികൾ ഇനി ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. കോൺഗ്രസിനൊരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ആ പാരമ്പര്യവും പൈതൃകവും നശിപ്പിച്ചുകൊണ്ട് ഈ വെട്ടുക്കിളികൾ കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ കോൺഗ്രസിന് വീണ്ടും വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വെട്ടുക്കിളികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ കൂടി നേതൃത്വം തയ്യാറായില്ലെങ്കിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേരത്തെ തന്നെ ശക്തമായ നിലപാടെടുത്ത കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോൾ രാഹുലിനെ പുറത്താക്കിയ കാര്യത്തിലും മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതി നടപടിയിലും പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.